الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبده ورسوله سيد الأنبياء والمرسلين وإمام الأولياء المتقين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان وسار على نهجهم إلى يوم الدين. أما بعد. قال العلامة الحافظ أبو زكريا النووي رحمه الله: باب النفقة على العيال. നബവി റഹിമഹുല്ലാ റിയാദ് സാലിഹീനിൽ അടുത്തതായി കൊടുത്തിട്ടുള്ള ബാബ് അധ്യായം ബാബുൻ നഫഖതി അലൽ അയാൽ, കുടുംബത്തിന് നമ്മുടെ ആശ്രിതർക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അധ്യായം. ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്, അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് സ്വന്തം ആശ്രിതരായ, നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ ഭാര്യമാര്, മക്കള്, മാതാപിതാക്കള്, ഇങ്ങനെ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുക എന്നുള്ളത്. ഇത് വാജിബാണ്. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയിട്ടുള്ള ചെലവുകളുണ്ട്, അതുപോലെ മുസ്തഹബായിട്ടുള്ള സുന്നത്തായ ചെലവുകളുണ്ട്. വാജിബായ ചെലവുകളാണ് ഇതുപോലെ കുടുംബത്തിനുള്ള ചെലവ്, അതുപോലെ സക്കാത്ത്, അതുപോലെ തന്നെ മറ്റ് വാജിബായ ചെലവുകൾ. മുസ്തഹബായ ചെലവിൽപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന സദഖ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വാജിബായ ചെലവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത്. ഉലമാക്കൾ പറയുന്നത് 3 നിബന്ധനകൾ ഒത്താൽ, 3 ഷർത്തുകൾ ഒത്തുവന്നാൽ പണം ചെലവഴിക്കൽ വാജിബായി. കുടുംബത്തിന് ചെലവഴിക്കുന്നത് 3 ഷർത്തുകൾ ഉണ്ടെങ്കിൽ വാജിബായി. ഒന്നാമത്തേത്, ചെലവഴിക്കുന്ന ആൾക്ക് അതിന് കഴിവുണ്ടായിരിക്കണം, നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ആർക്കു വേണ്ടിയാണോ നമ്മൾ ചെലവഴിക്കുന്നത് അവൻ ചെലവ് ചെയ്യാൻ കഴിവില്ലാത്തവനായിരിക്കണം, സ്വന്തമായി അധ്വാനിച്ച് ചെലവഴിക്കാൻ കഴിയാത്തവനായിരിക്കണം. മൂന്നാമത്തെ ഷർത്ത്, നമ്മൾ അവന്റെ വാരിസായിരിക്കണം, അനന്തരമെടുക്കുന്ന ആളായിരിക്കണം. അയാൾ മരിച്ചാൽ നമുക്ക് സ്വത്ത് കിട്ടുന്ന അവസ്ഥയായിരിക്കണം. ഈ 3 നിബന്ധനകളൊത്താൽ അങ്ങനെയുള്ള ബന്ധുവിന് ചെലവ് ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഉപ്പാക്ക് സമ്പാദിക്കാൻ കഴിവില്ല എന്ന് വിചാരിക്കാം, പ്രായമായിട്ടുണ്ട്. അതുപോലെ നമുക്ക് സമ്പാദിക്കാൻ കഴിവുമുണ്ട്. ഉപ്പ മരിച്ചാൽ ഉപ്പാന്റെ സ്വത്തിൽ നമ്മൾ അവകാശിയാണ്, വാരിസാണ്. ഈ 3 ഷർത്തും ഒത്തു. അപ്പൊ ഉപ്പാക്ക് വേണ്ടി ചെലവഴിക്കൽ വാജിബായി. ഇത് മറ്റു സദഖകളേക്കാൾ പ്രധാനപ്പെട്ടതാണ്. വാജിബായ കാര്യം ഏത് വിഷയത്തിലാണെങ്കിലും സുന്നത്തായ കാര്യത്തെക്കാൾ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞതായി അറിയിച്ചിട്ടുണ്ട്: മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. ഫർളായ കാര്യങ്ങളെക്കാൾ എനിക്കിഷ്ടപ്പെട്ട മറ്റൊന്നുമില്ല ഒരു അടിമക്ക് എന്നിലേക്ക് അടുക്കാനായിട്ട്. അപ്പൊ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ഒന്നാമത്തെ മാർഗം ഫർള് വീട്ടലാണ്. അപ്പൊ ചെലവിൽ, നഫഖത്തിൽ ഫർളായിട്ടുള്ളത് ഇതാണ്. ഈ 3 നിബന്ധനകളൊത്ത ആളുകൾക്ക് നമ്മൾ ചെലവഴിക്കുക. ഇപ്പൊ ഭാര്യയ്ക്ക് ഈ 3 ഷർത്തുകൾ ഒത്തിട്ടുണ്ട്. ഭാര്യയ്ക്ക് സമ്പാദിക്കാൻ കഴിവില്ല, നമ്മുടെ അടുത്ത് പണവുമുണ്ടെങ്കിൽ കൊടുക്കൽ നിർബന്ധമാണ്. കാരണം ഭാര്യ മരിച്ചാൽ നമുക്ക് സ്വത്തിൽ അവകാശമുണ്ട്. അപ്പൊ ഇതാണ് നിബന്ധനകൾ. ഈ നിബന്ധന ഒത്തവർക്ക് വേണ്ടി ചെലവഴിക്കൽ വാജിബാണ്. ചിലപ്പോൾ ശൈത്താൻ എന്ത് ചെയ്യും? മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു രൂപമാണ്, ഫർളായ കാര്യം വിട്ടിട്ട് സുന്നത്തിൽ മനുഷ്യനെ മുഴുകിപ്പിക്കും. ഏത് വിഷയത്തിലാണെങ്കിലും. ഉദാഹരണത്തിന്, ഒരാൾ തഹജ്ജുദ് നമസ്കരിച്ചു, എന്നിട്ട് ഫജ്ർ നഷ്ടപ്പെടുകയാണെങ്കിലോ, ഫജ്ർ ജമാഅത്ത് നഷ്ടപ്പെടുകയാണെങ്കിലോ, അത് ശൈത്താന്റെ തെൽബീസിൽപ്പെട്ട കാര്യമാണ്. കുറെ സമയം രാത്രി നമസ്കരിച്ചു, അല്ലെങ്കിൽ കുറെ സമയം കിതാബ് വായിച്ചു, രാത്രി ഇരുന്നിട്ട് ഇൽമു പഠിച്ചു, എന്നിട്ട് ഫജ്ർ ജമാഅത്ത് നഷ്ടപ്പെട്ടാലോ? ഉലമാക്കൾ പറയുന്നത്, മൻ ശഗലഹുൽ ഫർളു അനിൻ നഫ്ലി ഫഹുവ മഅ്ദൂർ വമൻ ശഗലഹുൻ നഫ്ലു അനിൽ ഫർളി ഫഹുവ മഗ്റൂർ. ആർക്കാണോ ഫർള് ചെയ്തിട്ട് സുന്നത്തിന്റെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത്, ഫഹുവ മഅ്ദൂർ, അവന് ഉദ്റുണ്ട്, ഒഴികഴിവുണ്ട്. ഒരാള് സുബഹിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് നേരത്തെ ഉറങ്ങി, തഹജ്ജുദ് നമസ്കരിച്ചിട്ടില്ല, ഉറക്കം കൂടുതലുള്ള ഒരാളാണ്, രാത്രി കുറെ സമയം ഉറങ്ങിയാലേ എണീക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിത്ർ മാത്രം നമസ്കരിച്ച് ഉറങ്ങി, എന്നിട്ട് ഫജ്റിനാണ് എഴുന്നേറ്റത്. അയാൾക്ക് തഹജ്ജുദ് എന്ന് പറയുന്ന ആ നഫല് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ഫജ്ർ ജമാഅത്ത് എന്നുള്ള ഫർളിന് വേണ്ടി. അങ്ങനെ സംഭവിച്ചാൽ ഫഹു മഅ്ദൂർ, അവന് ഉദ്റുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. പക്ഷെ നേരെ തിരിച്ചാണെങ്കിലോ, ഒരാൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് രാത്രി മുഴുവൻ നമസ്കരിച്ചിട്ട് ഫജ്ർ വാങ്ങി കൊടുക്കുമ്പോൾ കിടന്നുറങ്ങിയാൽ ഫഹു മഗ്റൂർ, അവൻ വഞ്ചിതനാണ്, ശൈത്താൻ അവനെ വഞ്ചിച്ചിരിക്കുന്നു. അപ്പോ ചെലവിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. ചില ആൾക്കാര് എല്ലാവർക്കും വേണ്ടി ചെലവഴിക്കും, പക്ഷെ ചിലപ്പോ
ഒരു സഹോദരനുണ്ടായിരിക്കും, മക്കളില്ലാത്ത സഹോദരൻ. മക്കളില്ലാത്ത സഹോദരൻ, അവന്റെ സ്വത്തിൽ നമുക്ക് അവകാശമുണ്ട്. മക്കളില്ലാത്ത സഹോദരൻ മരിച്ചാൽ അവന് മക്കളില്ലെങ്കിൽ നമുക്ക് സ്വത്തിൽ അവകാശമുണ്ട്. ചിലപ്പോൾ രോഗിയായിട്ടുള്ള ഒരു സഹോദരൻ ഉണ്ടാകും, വേറെ നാട്ടിലായിരിക്കും. അവന്റെ കാര്യമൊന്നും നോക്കാതെ ഇയാൾ ചിലപ്പോൾ ഒരുപാട് സ്വതക്ക ചെയ്യുന്നുണ്ടായിരിക്കും. അവൻ മഗ്റൂറാണ്, വഞ്ചിതനാണ്. അപ്പൊ ഇതാണ് ചെലവിനെ കുറിച്ച് പറയാനുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅലൽ മൗലൂദി ലഹു. അൽ മൗലൂദു ലഹു എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ കുട്ടി ജനിച്ചത്, ഉപ്പ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ത്വലാഖിനെ കുറിച്ച് പറഞ്ഞിട്ട് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ആയത്താണ്. ത്വലാഖിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മുലകുടിയെ കുറിച്ച് പറഞ്ഞു. ആ ആയത്തിൽ അൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ എന്നുള്ള ആയത്തിൽ പറയുന്നതാണ്. അപ്പോ ഒരു സ്ത്രീ മുല കൊടുക്കുന്ന സമയത്ത് ത്വലാഖായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുല കൊടുക്കുന്നിടത്തോളം കാലം അൽ മൗലൂദു ലഹു, കുട്ടിയുടെ ഉടമ എന്ന് പറഞ്ഞാൽ ഉപ്പ എന്ത് ചെയ്യണം? റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന, ആ മുല കൊടുക്കുന്ന സ്ത്രീയുടെ ഭക്ഷണവും വസ്ത്രവും. അത് സ്വന്തം ഭാര്യയായാലും ഇനി മുല കൊടുക്കാൻ ഏൽപ്പിച്ച വേറൊരു പെണ്ണാണെങ്കിലും മുല കൊടുക്കുന്നിടത്തോളം സമയം ആ കുട്ടിയുടെ ഉപ്പ അവർക്കുള്ള ചെലവിന് കൊടുത്തിരിക്കണം. ബിൽ മഅറൂഫ്, നാട്ടിലെ മഅറൂഫായ, നാട്ടിൽ അംഗീകരിക്കപ്പെട്ട ആദത്തനുസരിച്ചുള്ള ചെലവ് കൊടുത്തിരിക്കണം. വഖാല തആല, അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു സൂറത്തു ത്വലാഖിൽ ത്വലാഖിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് മുതല്ലഖത്തായ, വിവാഹമോചിതയായ സ്ത്രീകളെ കുറിച്ച്. ശരിക്കും വിവാഹമോചിത എന്ന് പറയാൻ പാടില്ല, ത്വലാഖ് എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ളത്. വിവാഹമോചിത എന്ന് പറഞ്ഞാൽ വിവാഹം ഒരു ബുദ്ധിമുട്ടാണ്, അതിൽ നിന്ന് മോചനം കിട്ടി എന്നാണ് വാക്കിന്റെ അർത്ഥം. അത് കുഫാറുകൾ ഉണ്ടാക്കിയതായിരിക്കും. മുതല്ലഖത്തായ, വിവാഹബന്ധം വേർപ്പെട്ട സ്ത്രീ, അവർക്ക് മുത്അ കൊടുക്കുന്നതിനെ, അവർക്കൊരു ആശ്വാസമായിട്ട് പണം കൊടുക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. ലിയുൻഫിഖു ദൂ സഅത്തിൻ മിൻ സഅതി, സമ്പത്തുള്ള ആളുകൾ അവരുടെ ആ വിശാലതക്കനുസരിച്ച് വിശാലമായിട്ട് ചെലവഴിക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, റിസ്കിൽ ഞെരുക്കമുള്ളവർ ഫല്യുൻഫിഖ മിമ്മാ ആതാഹുല്ലാഹ്, അല്ലാഹു അവന് നൽകിയതിന്റെ തോതനുസരിച്ച് ചെലവഴിക്കട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ, അല്ലാഹു ഓരോ മനുഷ്യനും നൽകിയതല്ലാതെ അവനെ നിർബന്ധിക്കുകയില്ല. അപ്പോ ത്വലാഖ് കഴിഞ്ഞിട്ട് ആ പെണ്ണിന് ചെലവ് കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മുടെ കൂടെ കഴിയുന്ന ഭാര്യമാർക്ക്, മക്കൾക്ക് എത്രമാത്രം നമ്മൾ ഉത്തരവാദികളാണ് അവരുടെ കാര്യത്തിൽ. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫുഹു, അല്ലാഹു അതിന് പകരം നൽകും. അപ്പോ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അതിന് പകരം അവൻ നൽകും എന്നുള്ളത്. അത് സുന്നത്തായ ചെലവിന്റെ കാര്യത്തിൽ നമ്മൾ ഈ കാര്യം ചിന്തിക്കും. സ്വതക്ക ചെയ്യുമ്പോൾ അള്ളാഹു പകരം നൽകും നമ്മൾ ചിന്തിക്കും. സുന്നത്തിനേക്കാൾ അഫ്ളലാണല്ലോ ഫർള്. അപ്പൊ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, ഭാര്യമാർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, അതാണ് സ്വതക്കയേക്കാൾ അഫ്ളൽ. അപ്പൊ അതെന്തായാലും അള്ളാഹു തആല പകരം നൽകുക തന്നെ ചെയ്യും. അടുത്ത ഹദീസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, رسول الله صلى الله عليه وسلم പറഞ്ഞു, ദീനാർ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ച ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. അപ്പോൾ ഒരു ദീനാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം ജിഹാദാണ്. അതുപോലെ തന്നെ മറ്റ് ദീനിയായിട്ടുള്ള ആവശ്യങ്ങളും അതിൽ ഉൾപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി അല്ലെങ്കിൽ ദീനിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു ഫി റഖബ, അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അല മിസ്കീൻ, ഒരു ദീനാർ ഒരു മിസ്കീന് കൊടുത്തു. വദീനാറുൻ അൻഫഖ്തഹു അല അഹ്ലിക്, ഒരു ദീനാർ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ചെലവാക്കി. അഅ്ളമുഹ അജ്റൻ അല്ലദി അൻഫഖ്തഹു അല അഹ്ലിക്, അതിലേറ്റവും മഹത്വമുള്ളത് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഗഫ്ലത്തിലായിട്ടുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് കൂലി നഷ്ടപ്പെടും. അപ്പൊ അധ്വാനിക്കുന്ന സമയത്ത്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഈ ഹദീസ് ഓർമ്മയുണ്ടെങ്കിൽ ഒരാശ്വാസം ഉണ്ടാകും. പലരും വിചാരിക്കും, ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് എനിക്കൊരു സ്വതക്ക ചെയ്യാനൊന്നും പറ്റുന്നില്ല, സമ്പാദിക്കുന്നുണ്ട്, അതിങ്ങനെ അന്നത്തെ ചെലവിന് മാത്രം തികയുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ജോലിയിലൊക്കെ ഒരു അസംതൃപ്തി, വിഷമം, അതിന്റെ ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന സുന്നത്തായ സ്വതക്കയേക്കാൾ വലിയ കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ആളുകൾ ഏറ്റവും അഫ്ദലായ ചെലവ് ഇതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? അതിന്റെ കാരണം നമ്മൾ ഖുദ്സിയായ ഹദീസിൽ കണ്ടതാണ്. മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫറദ്തുഹു അലൈഹി, ഫർളിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള ഒന്നുമില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഫർളായതുകൊണ്ട് ഇതിന് മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ അജ്റുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ജിഹാദിന് വേണ്ടി ചെലവഴിച്ച ദീനാർ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി, ഒരു സമ്പന്നനായ ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി.
അപ്പൊ നമ്മൾ വലിയ കാര്യമായിട്ട് കരുതുന്നത് വലിയ കാര്യം തന്നെയാണ്. സ്വർഗത്തിൽ അള്ളാഹു വീടുണ്ടാക്കും. എന്നാൽ ഒരു മിസ്കീൻ കഷ്ടപ്പെട്ട് അവന്റെ മക്കൾക്ക് വേണ്ടി വീടുണ്ടാക്കുകയാണ്, അതിനുവേണ്ടി രാവും പകലും അധ്വാനിക്കുകയാണ്. ഇവൻ ചെയ്യുന്നത് ഫർളാണ്, മറ്റേയാൾ ചെയ്തത് സുന്നത്താണ്. അപ്പോ ഇതിനും അള്ളാഹുവിന്റെ അജറുണ്ട്. ഇതിനാണ് ഫർളായ കാര്യത്തിനാണ് അജർ കൂടുതലായിട്ടുള്ളത്. وعن أبي عبد الله ويقال له أبو عبد الرحمن ثوبان ابن بجدد مولى رسول الله صلى الله عليه وسلم قال ثوبان رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേലക്കാരനായിരുന്നു, അടിമയായിരുന്നു. അദ്ദേഹം പറയുന്നു قال رسول الله صلى الله عليه وسلم أفضل دينار ينفقه الرجل ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ദീനാറിൽ വെച്ച്, സമ്പത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദീനാർ ينفقه على عياله തന്റെ മക്കൾക്ക് വേണ്ടി, ആശ്രിതർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദീനാറാണ്. വദീനാറു യുൻഫിഖുഹു അലാ ദാബത്തിഹി ഫീ സബീലില്ലാഹ് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു വാഹനം, ഒരു മൃഗം, കുതിരയോ ഒട്ടകമോ ഒരുക്കി നിർത്തിയിട്ടുണ്ട്, അതിനുവേണ്ടി ചെലവഴിക്കുന്നതാണ് അഫ്ളലായിട്ടുള്ളത്. വദീനാറു യുൻഫിഖുഹു അലാ അസ്ഹാബിഹി ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ കൂടെ പുറപ്പെടുന്ന, യുദ്ധത്തിന് പുറപ്പെടുന്ന തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദീനാറാണ്. അപ്പൊ യുദ്ധത്തിന്റെ മുമ്പ്, ജിഹാദിന്റെ മുമ്പ് ഇവിടെ പറഞ്ഞത് ദീനാറു യുൻഫിഖുഹു അലാ അയാലിഹി തന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നതാണ്. അതിന്റെ കാരണം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഫർളായതുകൊണ്ടാണ്. വഅൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖാലത് ഖുൽതു യാ റസൂലല്ലാഹ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമുക്കറിയാം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ വിവാഹം കഴിച്ചു. അപ്പോൾ അവർക്ക് നേരത്തെയുള്ള ബന്ധത്തിൽ കുട്ടികളുണ്ട്. ഒരു ഭർത്താവ് മരണപ്പെട്ട് അടുത്ത് വേറെ വിവാഹം കഴിക്കുക എന്നുള്ളത് യാതൊരു കുറവുമുള്ള കാര്യമല്ല. അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഹലാലായ കാര്യമാണ്. ചില ആളുകൾ അതൊരു മോശമായിട്ട് കാണും. ആ മോശമായി കാണുന്ന സ്വഭാവം യഥാർത്ഥത്തിൽ കുഫാറുകളിൽ നിന്ന് പടർന്നിട്ടുള്ളതാണ്. അവർക്ക് വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, ഭൂമിയിൽ അത് വേർപ്പെടുത്താൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം, നസ്രാണികളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും രണ്ടാമത്തെ വിവാഹം മോശമാണ്. അത് മുസ്ലിങ്ങൾക്ക് പടർന്നിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരായിട്ടുള്ള സ്ത്രീകൾ, സഹാബിയാത്ത്, അവരിൽ 3 വിവാഹം കഴിച്ച സ്ത്രീകളുണ്ട്. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യയായിരുന്നു. ജാഫർ ബിൻ അബി താലിബിന്റെ ഭാര്യയായിരുന്നു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ ഭാര്യയായിരുന്നു. 3 പേര് അവർ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യാതൊരു ഐബുമുള്ള കാര്യമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള സഹാബിയത്താണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവർക്ക് നേരത്തെ മക്കളുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ് ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഹല്ലി അജ്റുൻ ഫീ ബനി അബി സലമ അബൂ സലമയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നതിൽ എനിക്ക് കൂലിയുണ്ടോ? അപ്പൊ നോക്കൂ, നിങ്ങൾ മക്കളെ എപ്പോഴും ഉപ്പയിലേക്ക് ചേർത്തിയാണ് പറയേണ്ടത്. അവരെ സ്വന്തം കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്, എന്റെ മക്കളെന്നല്ല പറഞ്ഞത്. ബനി അബി സലമ അബൂ സലമയുടെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ നേരത്തെ ആയത്തിലും പറഞ്ഞു വൽ മൗലൂദു ലഹു ആർക്ക് വേണ്ടിയാണോ കുട്ടി ജനിച്ചിട്ടുള്ളത് അവനാണ് ചെലവിന് കൊടുക്കേണ്ടത്. അപ്പൊ ഉപ്പയാണ് കുട്ടിയുടെ യജമാനൻ, ഉടമ എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പരലോകത്ത് പേര് വിളിക്കുമ്പോ ഇന്ന ആളുടെ മകൻ എന്ന് പറഞ്ഞിട്ടാണ്, ഇന്ന ആളുടെ മകൾ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ചില ആൾക്കാരെന്ത് ചെയ്യും, ഉമ്മയിലേക്ക് ചേർത്ത് വിളിക്കും, ഇന്നവളുടെ മകൾ. അങ്ങനെ പറയാനേ പാടില്ല. ഒരാൾ പരിചയപ്പെടുത്തുമ്പോ എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ മകൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇന്ന ആണിന്റെ, അവന്റെ ഉപ്പാന്റെ പേര് പറഞ്ഞിട്ട് അയാളുടെ മകൻ, അവൻ എന്റെ ബന്ധുവാണ്, ഈ രീതിയിൽ എന്നോട് ബന്ധമുണ്ട് എന്നാണ് പറയേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. അപ്പോ സ്വന്തം മക്കളായിട്ടും ബനി അബി സലമ എന്ന് പറയുന്നത് എന്റെ കുട്ടികളെന്ന് പറയാം. പക്ഷെ ഇവർ പറഞ്ഞത് അബൂ സലമയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചാൽ എനിക്ക് കൂലിയുണ്ടോ? വലസ്തു ബിതാരിക്കത്തിഹിം ഹാക്കദ വഹാക്കദ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിസ്ക് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം വരുത്താതെ അവർക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ കൊടുത്താൽ, അവർ ജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കൊടുത്താൽ അതിൽ പ്രതിഫലമുണ്ടോ? ഇന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. സഹാബത്ത് അവർ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും മറ്റുള്ളവർ ആശ്രയിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലാണ് അവർ കഴിയുന്നത്. റസൂൽ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഭരണാധികാരിയാണ്. അവർക്ക് ആവശ്യമായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. പക്ഷെ എന്നിട്ടും സ്വന്തം ഉമ്മാക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങുക, അല്ലെങ്കിൽ അവര് അധ്വാനിക്കാനാണ് നിൽക്കുന്നത്. അപ്പൊ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്ന കാര്യത്തിൽ സഹാബത്ത് അത്രയും മടിച്ചിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഇഫ്ഫത്ത്, അവര് സ്വന്തം കാലിൽ നിൽക്കാൻ, അള്ളാഹുവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ അങ്ങേയറ്റം താല്പര്യമുള്ളവരായിരുന്നു. അതും ഈ ഹദീസിൽ മനസ്സിലാക്കാം. ഇന്നമാഹും ബനി അവരെന്റെ മക്കളാണ്. അപ്പൊ മക്കളായതുകൊണ്ടാണ് സംശയം. അന്യർക്ക് സദക്ക ചെയ്താൽ കൂലിയുണ്ട്, സ്വന്തം മക്കൾക്ക് കൊടുത്താൽ കൂലിയുണ്ടോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ലക്കി അജ്റു മാ അൻഫഖ്തി അലൈഹിം നീ ചെലവഴിച്ചതിന് നിനക്ക് പ്രതിഫലം ഉണ്ടാകും. അപ്പോ ഒരു ഉമ്മാക്ക് ഇതുപോലെയുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അത് സദക്കയുടെ പ്രതിഫലം അവർക്കുണ്ടായിരിക്കും.
وعن سعد بن أبي وقاص رضي الله عنه في حديثه الطويل الذي قدمناه في أول الكتاب في باب النية. ഈ കിതാബിൽ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ്, അതിന്റെ ഒരു ഭാഗം ആവർത്തിക്കുകയാണ്. ഏതാണ് ഹദീസ്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മക്കയിൽ ഹജ്ജിന് വേണ്ടി പോയി അവിടെ വെച്ച് രോഗിയായി മരണം ഭയപ്പെടുകയും അദ്ദേഹം വസിയത്ത് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്റെ സ്വത്ത് മുഴുവൻ വസിയത്ത് ചെയ്യുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ടതില്ല എന്ന് പറഞ്ഞു. 1/3 മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, സ്വത്ത് മുഴുവൻ വസിയത്ത് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു, കാരണം മക്കളില്ല. പിന്നീട് അദ്ദേഹം ജീവിച്ചിരിക്കുകയും ഒരുപാട് മക്കളുണ്ടാവുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നീ എന്ത് ചെലവഴിച്ചാലും ഇല്ലാ ഉജിർത ബിഹാ, അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കും. ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്നതടക്കം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം അതിനും പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. وعن أبي مسعود البدري رضي الله عنه عن النبي صلى الله عليه وسلم قال إذا أنفق الرجل على أهله نفقة, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിച്ചാൽ യഹ്തസിബുഹ, അത് പ്രധാനമാണ്, യഹ്തസിബുഹ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ചില സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, അധികം ആളുകളും പാഴാക്കുന്ന ഒരു പ്രതിഫലമാണ് കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനം. അത് എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, ഒരുപാട് സമയം ചെയ്യുന്നതാണ്, അതിനൊന്ന് നിയ്യത്ത് വെച്ചാൽ ഒരുപാട് അജ്ർ കിട്ടും. പക്ഷെ അധികം ആളുകളും അത് പാഴാക്കും. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടാവും? അപൂർവമായിരിക്കും. അപ്പൊ നിയ്യത്ത് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട്, അന്നിയ്യത്തു തിജാറത്തുൽ ഉലമ, ഉലമാക്കളുടെ കച്ചവടമാണ് നെയ്യത്ത് എന്ന് പറയുന്നത്. കാരണം നെയ്യത്ത് കൊണ്ട് നമുക്ക് ഒരു പണിയും എടുക്കാതെ പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റും. ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ 2 നെയ്യത്ത് വെച്ചാൽ അതിന് ഇരട്ടി പ്രതിഫലമായി. ഒരാളിപ്പോ അധ്വാനിക്കാൻ പോകുമ്പോൾ എന്റെ മക്കൾക്ക് ഇഫ്ഫത്തുണ്ടാകണം, അവരാരുടെ മുമ്പിൽ കൈനീട്ടരുത്. അതുപോലെ തന്നെ എന്റെ മക്കൾ ഹലാൽ തിന്ന് വളരണം, ഹറാമ് തിന്ന് നരകത്തിലേക്ക് പോകരുത്. അതുപോലെ എനിക്ക് ഇഫ്ഫത്തുണ്ടാകണം, ഞാൻ ആരുടെ മുമ്പിൽ കൈനീട്ടരുത്. അതുപോലെ തന്നെ പല നിയ്യത്തുകളും അയാൾക്ക് വെക്കാൻ പറ്റും. സ്വതക്ക ചെയ്യാൻ അയാൾക്ക് മനസ്സിൽ നിയ്യത്ത് വെക്കാം. ഇങ്ങനെ നിയ്യത്തിനനുസരിച്ച് പ്രതിഫലം വർദ്ധിക്കും. ഫഹിയ ലഹു സദഖ, അങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് സദഖയായിരിക്കും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരു മനുഷ്യന് പാപമായിട്ട് ഒരൊറ്റ കാര്യം മതി, അവന് തെറ്റുകുറ്റമായിട്ട് ഒരു കാര്യം മാത്രം മതി. എന്താണ്? അവൻ ഭക്ഷണം കൊടുക്കുന്നവരെ പാഴാക്കുക എന്നുള്ളത്. അവനെ പ്രതീക്ഷിച്ച് അവന്റെ ആശ്രിതരായി കഴിയുന്ന ആളുകൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക എന്നത് മാത്രം മതി ഒരാൾക്ക് കുറ്റമായി. അപ്പോ ചെലവിന് കൊടുക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് കുടുംബത്തിന്. അതുപോലെ തന്നെ നേരെ വിപരീതം വലിയ കുറ്റമുള്ള കാര്യമാണ് അതിൽ വീഴ്ച വരുത്തുക എന്നുള്ള കാര്യം. وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال ما من يوم يصبح العباد فيه لا ملكان ينزلان, മനുഷ്യൻ നേരം പുലർത്തെഴുന്നേൽക്കുന്ന ഓരോ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമ, അതിലൊരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവ് ചെയ്യുന്നവന് നീ പകരം നൽകണം. വയഖൂലുൽ ആഖർ, മറ്റേ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ പിശുക്കുന്നവന് നീ നാശം കൊടുക്കണം. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയിൽ മുസ്ലിമുൽ ഹദീസാണ്. അപ്പോൾ നമ്മൾ ഈ ഹദീസൊക്കെ മുമ്പ് കേട്ടിരിക്കും, പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് സദഖയുടെ മഹത്വത്തെ കുറിച്ചായിരിക്കും. പക്ഷെ ഇത് സദഖയേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഏത് വിഷയത്തിലാണ്? നിർബന്ധമായ ചെലവിന്റെ കാര്യത്തിലാണ്. നിർബന്ധമായ ചെലവുകൾ അതിൽ വീഴ്ച വരുത്തിയാൽ ഈ മലക്കിന്റെ പ്രാർത്ഥന നമുക്കെതിരായി ഫലിക്കും. നിർബന്ധമായ ചെലവുകൾ നമ്മൾ കൃത്യമായി ചെയ്താൽ അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ മലക്കിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും എന്തെങ്കിലും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് സദഖ ചെയ്യുക. അങ്ങനെ ജീവിതത്തിൽ നിഷ്ഠ പുലർത്തിയ പണ്ഡിതന്മാരുണ്ട്. കാരണം എല്ലാ ദിവസവും ഈ മലക്കിറങ്ങി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാ ദിവസവും സദഖ ചെയ്യാം എന്ന് തീരുമാനിച്ച ചില മുൻഗാമികളുണ്ട്. അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ല, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ നല്ലത്. എന്താണ് ഉയർന്ന കൈ? കൊടുക്കുന്ന കൈ. താഴ്ന്ന കൈ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവന്റെ കൈയായിരിക്കും താഴെ. അപ്പൊ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഖൈറായിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ അദബാണ്, ഒരു വലിയ സ്വഭാവമാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ കയ്യിലുള്ളതിലേക്ക് നോക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈ ഒരാളുടെ മുമ്പിലും താഴാത്ത അവസ്ഥയുണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്വഹാബത്ത് ചെറിയ കുട്ടികൾ പോലും അധ്വാനിക്കുമായിരുന്നു, ഒരാളോടും ചോദിക്കുമായിരുന്നില്ല. വബ്ദ ബിമൻ തഊൽ, നീ
ഭക്ഷണം കൊടുക്കുന്ന, നിന്നെ ആശ്രയിക്കുന്നവരെ കൊണ്ട് തുടങ്ങുക. ചെലവഴിക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ ആശ്രിതരെയാണ്. വഹൈറു സദഖ, സദഖയിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് മാ കാന അൻ ളഹ്രി ഗിന, വഅഫ്ളലു സദഖതി മാ കാന അൻ ളഹ്രി ഗിന. ഒരാൾ തന്റെ സമ്പത്ത്, ഐശ്വര്യം നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും അഫ്ളലായ സദഖ. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആവശ്യത്തിന് വേണ്ടത്, നമുക്കും കുടുംബത്തിനും വേണ്ടത് ബാക്കിയാക്കിയിട്ട് ചെയ്യുന്ന സദഖ. ഉള്ളതെല്ലാം എടുത്തുകൊടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയുണ്ടാക്കാതെ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. വമയസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്, ആരാണോ ഇഫ്ഫത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്, നമുക്ക് സമ്പത്തില്ല, ദാരിദ്ര്യമുണ്ട്, കടമുണ്ട്, എന്തായിരുന്നാലും ശരി ഞാൻ കൈനീട്ടുകയില്ല എന്നുള്ള ചിന്ത, അതാണ് ഇഫ്ഫത്ത് എന്ന് പറയുന്നത്. ഹലാൽ എനിക്ക് മതി, ഹറാം ആവശ്യമില്ല എന്നുള്ള ദൃഢനിശ്ചയം, അതാണ് ഇഫ്ഫത്ത് എന്ന് പറയാം. അത് പല അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഹലാലായിട്ടുള്ള ഭാര്യ മതി, എനിക്ക് ഹലാലായിട്ടുള്ള ഭർത്താവ് മതി, അതല്ലാത്ത യാതൊരു ഹറാമും ചെയ്യുകയില്ല, അതിന് ഇഫ്ഫത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതുപോലെ സമ്പത്തിന്റെ കാര്യത്തിൽ ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ മാർഗത്തിൽ ഞാൻ സമ്പാദിക്കുകയില്ല, ഹലാല് കൊണ്ട് തൃപ്തിപ്പെടും പട്ടിണിയായാലും എന്നുള്ള ചിന്ത, അതാണ് ഇഫ്ഫത്ത്. ആരാണോ ഇഫ്ഫത്തിന് വേണ്ടി ശ്രമിക്കുന്നത് യുഇഫഹുല്ലാഹ്, അള്ളാഹുവിന് ഇഫ്ഫത്ത് നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇപ്പൊ ഒരാള് ഞാനൊരു ഹറാമിലേക്കും കൈനീട്ടുകയില്ല, കണ്ണു നീട്ടുകയില്ല, ഞാൻ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അവന്റെ ശിക്ഷ പേടിച്ച് ക്ഷമിച്ച് നിലകൊള്ളുമെന്ന് തീരുമാനിച്ചാൽ യാതൊരു സംശയവും വേണ്ട, യുഇഫഹുല്ലാഹ്, അള്ളാഹുവിന് ഇഫ്ഫത്ത് നൽകും. ഇപ്പൊ ചില ആളുകൾ ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് എളുപ്പമാക്കി കൊടുക്കും ഹറാമുകളൊക്കെ. ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റൂല, കുറച്ച് അളവ് കുറച്ചാൽ മതി എന്ന് പറയും. ഇത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം എന്താണ്? ആരാണോ ഇഫ്ഫത്തിന് ശ്രമിക്കുന്നത് അള്ളാഹു അവന് അതിനുള്ള അവസരം നൽകുക തന്നെ ചെയ്യും. വമയസ്തഗ്നി യുഗ്നിഹില്ലാ, ആരാണോ ഐശ്വര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അഥവാ കൈനീട്ടാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സ്വാശ്രയനായി ജീവിക്കാൻ ശ്രമിക്കുന്നത്, യുഗ്നിഹില്ല, അള്ളാഹു അവന് ഐശ്വര്യം നൽകുക തന്നെ ചെയ്യും. ഇപ്പൊ ഈ ഹദീസിൽ നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള ഭാഗം എന്താണ്? ഇബ്ദ ബിമൻ തഊൽ, ആർക്കൊക്കെയാണ് നീ ചെലവിന് കൊടുക്കുന്നത് അവരെ കൊണ്ട് തുടങ്ങുക. ആദ്യം ചെലവഴിക്കേണ്ടത് അവരുടെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതിനെ ഈ ഹദീസ് നിരുത്സാഹപ്പെടുത്തുന്നു. ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. ദറൂറത്തിനല്ലാതെ, നിർബന്ധിത ഘട്ടത്തിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്നത്, ചോദിക്കുന്നത് ഹറാമാണ്. അടുത്ത ബാബ്, ബാബുൽ ഇൻഫാഖി മിമ്മാ യുഹിബ്ബു വമിനൽ ജയ്യിദ്. സദഖയെക്കുറിച്ചും അതുപോലെ തന്നെ ചെലവഴിക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം അടുത്ത അധ്യായത്തിൽ ചെലവഴിക്കുന്നത് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് വന്ന ചില നുസൂസുകൾ, ചില ആയത്തുകളും ഹദീസുകളും നബവി റഹിമഹുല്ലാഹ് കൊടുത്തിരിക്കുകയാണ്. ചെലവഴിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം, സദഖ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യം നേടുകയില്ല, ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കുന്നത് വരെ. അപ്പൊ നിർബന്ധമായ നഫഖത്തായിരുന്നാലും സദഖയായിരുന്നാലും നമുക്ക് ഇഷ്ടമുള്ളതാണ് ചെലവഴിക്കേണ്ടത്, നമുക്ക് ആവശ്യമില്ലാത്തതല്ല കൊടുക്കേണ്ടത്. അത് അല്ലാഹു തആല പ്രത്യേകം എടുത്ത് വിലക്കിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് താല്പര്യമില്ലാത്ത, ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും, നിങ്ങൾ സമ്പാദിച്ചതിൽ നല്ലത് ചെലവഴിക്കുക. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത്, അഥവാ കൃഷിയും മറ്റു വിളവുകളും, അതിൽ നിന്ന് നല്ലത് ചെലവഴിക്കുക. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി അതിൽ മോശമായത് തെരഞ്ഞെടുക്കരുത്. അപ്പൊ ചെലവഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്തത് അത് തെരഞ്ഞെടുത്ത് ചെലവഴിക്കരുത്. സദഖ എന്ന വാക്ക് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, എന്തുകൊണ്ടാണ് ദാനധർമ്മങ്ങൾക്ക് ഇസ്ലാമിലെ സദഖ എന്ന് പറയുന്നത്? സിദ്ഖുൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്നാണ് അർത്ഥം. നമ്മുടെ ഈമാൻ സത്യസന്ധമാണ് എന്നതിന്റെ ദലീലാണ് സദഖ. പരലോകമുണ്ട് എന്ന് ഉറപ്പുള്ള ഒരാൾ മാത്രമേ ആ പരലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുള്ളൂ. നിഫാഖിന്റെ ആളുകൾക്ക് ഒരിക്കലും സദഖ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു മനുഷ്യൻ തനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒന്നിനല്ലാതെ ചെലവഴിക്കുകയില്ല. നമ്മൾ കടയിൽ പോയി നോട്ടുകൾ എടുത്തു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കടയിലുള്ള വസ്തു ആ നോട്ടിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ചെലവഴിക്കുന്നത്. അതുപോലെ ആഖിറത്തിന് ദുനിയാവിനേക്കാൾ ഇഷ്ടം കൊടുക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് ആഖിറത്തിൽ കിട്ടുമെന്ന് വിചാരിച്ച് ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സദഖക്ക് സദഖ എന്നുള്ള പേര് വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് താല്പര്യമില്ലാത്തത് എടുത്തു കൊടുത്തിട്ട് എന്താണ് കാര്യം? അത് സിദ്ഖിന്റെ ദലീലാകുമോ? അങ്ങനെ ആവണം. സദഖ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സദഖയാവണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതാണ് എടുത്തു കൊടുക്കേണ്ടത്. അടുത്തതായി ഈ ബാബിൽ വന്നിട്ടുള്ള ഹദീസുകൾ നോക്കാം. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല
كان أبو طلحة رضي الله عنه أكثر الأنصار بالمدينة مالا من نخل. മദീനയിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പന കൃഷി ഉണ്ടായിരുന്നത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനാണ്. വകാന അഹബ്ബ അംവാലിഹി ഇലൈഹി ബൈറഹ. ബൈറഹ എന്ന് പറയുന്ന ഒരു തോട്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം. ആലോചിച്ച് നോക്കൂ, മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നം, അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം. അപ്പൊ മദീനയിൽ ഏറ്റവും നല്ല തോട്ടമായിരിക്കും. അങ്ങനെ വകാനത് മുസ്തഖ്ബലത്തുൽ മസ്ജിദ്, അത് പള്ളിയുടെ തൊട്ട് അടുത്തുമാണ്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഖുലുഹാ വയശ്റബു മിൻ മാഇൻ ഫീഹാ തയ്യിബ്. അതിൽ നല്ല വെള്ളമുണ്ട്. മരുഭൂമിയിൽ വെള്ളം എന്ന് പറയുന്നത് അപൂർവമാണ്. അങ്ങനെ നല്ല കുടിവെള്ളം അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ പോയി വെള്ളം കുടിക്കാറുണ്ട്. ഖാല അനസ്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മ നസലത് ഹാദിഹിൽ ആയ, നേരത്തെ നമ്മൾ വായിച്ച ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നുള്ള ആയത്ത്, ആ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാമ അബൂ തൽഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ തആല അൻസല അലൈക്, അല്ലാഹു ഇദാ താങ്കൾക്ക് മേൽ ഇറക്കിയിരിക്കുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഇഷ്ടമുള്ളത് എടുത്തു കൊടുത്താലേ നിങ്ങൾ പുണ്യം നേടുകയുള്ളൂ എന്ന ആയത്ത്. വഇന്ന അഹബ്ബ മാലി ഇലയ്യ ബൈറഹ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ സമ്പത്ത് ഈ തോട്ടമാണ്. വഇന്നഹാ സദഖത്തുൻ ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ സദഖ ചെയ്തിരിക്കുന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അർജു ബിർറഹ വദുഖ്റഹ ഇൻദല്ലാഹി തആല, അതിന്റെ പുണ്യവും അതിന്റെ സൂക്ഷിപ്പും അല്ലാഹുവിന്റെ അടുക്കലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫളഅഹ യാ റസൂലല്ലാഹി ഹൈസു അറാക്കല്ലാഹ്, അല്ലാഹു താങ്കൾക്ക് പറഞ്ഞു തരുന്ന പോലെ താങ്കൾ അത് ചെലവഴിച്ചു കൊള്ളുക, അത് ഏത് വകുപ്പിൽ ചെലവഴിക്കണമെന്ന് താങ്കൾ തീരുമാനിച്ചു കൊള്ളുക. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖിൻ ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്, ആ പണം വലിയ ലാഭമുള്ളതാണ്, ആ പണം വളരെ ലാഭമുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെടുകയല്ല, നേർമറിച്ച് അദ്ദേഹം ബുദ്ധിമാനാണ്. അദ്ദേഹം ഒരു ത്യാഗമല്ല യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്, യഥാർത്ഥത്തിൽ വലിയ ലാഭമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ആ സമ്പത്ത് സ്വതക്ക ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അനന്തരാവകാശികൾ കൊണ്ടുപോകും. സാധാരണ പറയും ഒരു പിശുക്കനെ കുറിച്ച്, പിശുക്കന്റെ പണം എന്ന് പറയുന്നത് മാലുൽ ബഖീലി നിസ്ഫുഹു ലിൽ വാരിഥി വനിസ്ഫുഹു ലിൽ കവാരിഥ്. ഒരു പിശുക്കന്റെ പണം അതിന്റെ പകുതി അനന്തരാവകാശികൾക്കുള്ളതാണ്, ബാക്കി പകുതി ദുരിതങ്ങൾക്കുള്ളതാണ്. എന്തെങ്കിലും അപകടം, പ്രതീക്ഷിക്കാത്ത ചെലവൊക്കെ വന്നിട്ട് അങ്ങനെ പോകും, ബാക്കി അനന്തരാവകാശികൾ കൊണ്ടുപോകും. കാരണം പിശുക്കിക്കൊണ്ട് അദ്ദേഹം സാധാരണ ആവശ്യങ്ങൾക്കൊന്നും ചെലവഴിക്കാതെ എടുത്തു വെച്ചതായിരിക്കും. ഒരു അപകടം വരുമ്പോൾ പിശുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അങ്ങനെ പോകും, ബാക്കി പകുതി അനന്തരാവകാശികൾ കൊണ്ടുപോകും. അദ്ദേഹം എന്താണ് ചെയ്തത്? തന്റെ സമ്പത്ത് യഥാർത്ഥത്തിൽ ലാഭിച്ചിരിക്കുകയാണ്. വഖദ് സമിഅതു മാ ഖുൽത്, എന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിരിക്കുന്നു. ഇന്നി അറാ അൻ തജ്അലഹാ ഫിൽ അഖ്റബീൻ, പക്ഷേ എനിക്ക് പറയാനുള്ളത് ആ തോട്ടം നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി വഖഫ് ചെയ്യുക, നിന്റെ കുടുംബക്കാർക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അത് വഖഫ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്അലു യാ റസൂലല്ലാഹ്, അങ്ങനെ ചെയ്യാം. ഫഖസ്സമഹ അബൂ തൽഹത ഫി അഖാരിബിഹി വബനി അമ്മിഹി, അദ്ദേഹം തന്റെ കുടുംബത്തിനും തന്റെ പിതൃവ്യപുത്രന്മാർക്ക്, അദ്ദേഹത്തിന്റെ എളാപ്പമാരുടെയും മൂത്താപ്പമാരുടെയും മക്കൾക്കും വേണ്ടി അത് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖിനും ഈ ഹദീസിൽ ഒരു തെളിവുണ്ട്. ഒരു വ്യാജ പ്രവാചകനായിരുന്നെങ്കിൽ, എന്തെങ്കിലും ഭൗതിക ലാഭം ഉദ്ദേശിച്ചു വന്ന ആളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അത് വാങ്ങിവെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാങ്ങിയില്ലെന്ന് മാത്രമല്ല, സ്വതക്ക തന്നെ ഹറാമാക്കി. അദ്ദേഹത്തിന് മാത്രമല്ല, കുടുംബത്തിന്, ഖിയാമത്ത് നാൾ വരെയുള്ള അഹ്ലുൽ ബൈത്തിന് മുഴുവൻ സ്വതക്ക ഹറാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദലായിലു സിദ്ഖ്, സത്യസന്ധതക്കുള്ള ദലീലുകൾപ്പെട്ട കൂടിയാണ് ഈ ഹദീസ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിക്കാൻ എത്രമാത്രം താല്പര്യം കാണിച്ചിരുന്നു എന്ന് ഈ സംഭവത്തിന് മനസ്സിലാക്കാം. ഓരോ ആയത്തിറങ്ങുമ്പോഴും അവരതനുസരിച്ച് അമൽ ചെയ്യുമായിരുന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇൽമു പഠിക്കുമ്പോൾ, ഹദീസുകൾ കേൾക്കുമ്പോൾ, ആയത്തുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു താബിഈ, അവരുടെ ബന്ധു കൂടിയാണ്. അദ്ദേഹത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഇന്നലെ നീ പഠിച്ച കാര്യം അത് നീ അമൽ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. ആ മസാല അദ്ദേഹത്തിന് അമൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, ഇദൻ ലിമ തസ്തക്ഫിറു ഹുജജല്ലാഹി അലൈക്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് നീ എന്തിനാണ് കൂടുതൽ തെളിവുണ്ടാക്കി കൊടുക്കുന്നത്? നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇന്ന ആയത്ത് കേട്ടിരുന്നില്ലേ, ഇന്ന ഹദീസ് കേട്ടിരുന്നില്ലേ എന്ന് അള്ളാഹു കൂടുതൽ ചോദ്യം ചെയ്യാൻ എന്തിനാണ് അവസരം ഉണ്ടാക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഹദീസൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അത് അമൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വതക്ക ചെയ്യുക. അത് ഈമാനിന്റെ ദലീലിൽപ്പെട്ട കാര്യമാണ്. അടുത്ത അധ്യായം, ബാബു വുജൂബി അംരി അഹ്ലിഹി വ ഔലാദിഹിൽ മുമയ്യിസീന
وسائر من في رعيته بطاعة الله تعالى ونهيهم عن المخالفة وتأديبهم ومنعهم من ارتكاب منهي عنه. നമ്മുടെ നിയന്ത്രണത്തിലുള്ള, നമ്മൾ ചെലവ് കൊടുക്കുന്ന, നമ്മെ ആശ്രയിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ വകതിരിവെത്തിയിട്ടുള്ള എല്ലാ ആളുകളും അവർക്ക് നന്മ കൽപ്പിക്കുകയും അവരോട് നന്മ കൽപ്പിക്കുകയും ഹറാമുകൾ അവർ ചെയ്യുന്നത് കണ്ടാൽ തടയുകയും ചെയ്യണം എന്ന ബാബ് വുജൂബി അംരി അഹ്ലിഹി, അത് നിർബന്ധമാണ് എന്ന ബാബ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോ നമുക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആശ്രിതരായിട്ടുള്ള നമ്മുടെ കുടുംബത്തിന് അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക, ഹറാമുകളിൽ നിന്ന് അവരെ തടയുക എന്നുള്ളത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും സ്വന്തം നഫ്സിനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അത് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യായം ഇദ്ദേഹം ഈ ചെലവ് ചെയ്യുന്നതിന്റെ അധ്യായത്തിന് തൊട്ട് ശേഷം പറഞ്ഞിട്ടുള്ളത്? ഈ സന്ദർഭത്തിൽ ഈ അധ്യായം കൊടുക്കാനുള്ള മുനാസബത്ത്, അതിന്റെ സാഹചര്യം എന്താണ്? നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ഭൗതികമായ കാര്യങ്ങളിൽ ഉത്തരവാദികളാണ് എന്നതാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അതുപോലെയുള്ള ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ ദീനിയായ കാര്യത്തിൽ നമുക്കുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അധികം ആളുകളും ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും, ദീനിയായ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തും. മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുക്കും. ചില ആളുകൾ പറയും, എന്റെ മക്കള് ഒരാൾ ഡോക്ടറായിട്ടുണ്ട്, ഒരാൾ എഞ്ചിനീയർ ആയിട്ടുണ്ട്, ഇനി എനിക്ക് കണ്ട് മരിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ഈ മക്കൾക്ക് ആർക്കും നമസ്കരിക്കാൻ അറിയില്ല, ചിലപ്പോൾ ഖുർആൻ ഓതാൻ അറിയില്ല. അവർ പഠിച്ച സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവർ ശീലിച്ചിട്ടുള്ളത് അനിസ്ലാമികമായ ആചാരങ്ങളും സ്വഭാവങ്ങളുമായിരിക്കും. അങ്ങനെ ദീൻ അവർക്ക് അല്പം പോലും പഠിപ്പിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ബാബ് കൊടുത്തിട്ടുള്ളത്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിന്റെ കുടുംബത്തെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ, ആ കാര്യത്തിൽ നല്ല ക്ഷമ പുലർത്തുക. ഇസ്ബിർ എന്നതിനേക്കാൾ കടുപ്പമുള്ള വാക്കാണ് ഇസ്തബിർ, നന്നായിട്ട് ക്ഷമിക്കുക. അപ്പൊ നമസ്കാരം ദീനിന്റെ അടിസ്ഥാനമാണ്. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാഹ്, നമ്മളും മുശ്രിക്കുകളും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ, നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായിരിക്കുന്നു. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നമസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അപ്പോൾ നമസ്കാരം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം, അത് നമ്മുടെ മക്കളിൽ നിലനിർത്തുക, അവരോട് അതിന് കൽപ്പിക്കുക എന്നുള്ളത് വാജിബാണ്. നമ്മൾ ഓരോരുത്തർക്കും അത് വാജിബാണ്. ആ കാര്യത്തിൽ ക്ഷമ വേണ്ടി വരും. 7 വയസ്സായാല് നമസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞു, അത് ഹദീസിൽ നമ്മൾ വായിക്കും. 10 വയസ്സായാൽ അടിക്കാൻ പറഞ്ഞു. 3 വർഷം അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ ക്ഷമിക്കണം, അടിക്കാതെ ക്ഷമിക്കണം. പിന്നെ 10 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ അടിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. ക്ഷമയെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കലാണ്. അപ്പൊ ഓരോ വക്തും അവരെ നമസ്കരിപ്പിക്കണം. എത്രമാത്രം ക്ഷമ വേണ്ടി വരും? അപ്പോ ഇത് നമ്മുടെ ബാധ്യതയാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലികും നാറ. നമ്മൾ പറഞ്ഞതാണ്, നമ്മയും നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. ബാക്കി നമ്മളെല്ലാവരെയും ദഅവത്ത് ചെയ്യുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ സജീവമായിരിക്കും. നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം മക്കൾ, ഭാര്യമാർ ചിലപ്പോ ദീനിനെ കുറിച്ച് അറിവുണ്ടാവുകയില്ല. അവർക്ക് ഹിജാബ് എന്താണെന്നറിയില്ല, സ്ത്രീകൾക്ക്, മക്കൾക്ക്, പെൺകുട്ടികൾക്ക്. അതുപോലെ ആൺകുട്ടികൾക്ക് നമസ്കാരമില്ല. അങ്ങനെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മുടെ കാര്യം വളരെ അപകടമാണ്. സ്വന്തം കുടുംബവും സ്വന്തം നഫ്സും, ഇതാണ് നമ്മൾ ആദ്യം നന്നാക്കേണ്ട കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നോക്കാം. عن أبي هريرة رضي الله عنه قال أخذ الحسن بن علي رضي الله عنهما تمرة من تمر الصدقة. സദഖയുടെ സ്വത്തിൽപ്പെട്ട ഒരു തംർ, ഒരു ഈത്തപ്പഴം എടുത്ത് ഹസൻ റളിയല്ലാഹു അൻഹു കഴിച്ചു. فجعلها في فيه, അത് വായിലിട്ടു. فقال رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിഹ് കിഹ് ഇർമി ബിഹാ. കിഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ തടയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കുമായിരിക്കും അതിന് സമാനമായിട്ടുള്ള. അപ്പോ ആ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർമി ബിഹാ, നീ അത് വലിച്ചെറിയുക. അമാ അലിംത അന്നാ ലാ നഅകുലു സദഖ, നമ്മൾ സദഖ തിന്നുകയില്ല എന്ന് നിനക്കറിയില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുമ്പോൾ മുട്ടുകുത്തി വന്നിരുന്ന പ്രായമുള്ള ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തന്നെ ചെറിയ പ്രായം, 10 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. അങ്ങനെയുള്ള ഈ ചെറിയ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മൾ അഹ്ലുൽ ബൈത്താണ്, സദഖ നമുക്ക് ഹറാമാണ്, സക്കാത്തും സദഖയും നമുക്ക് ഹറാമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഹറാമായ കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടതില്ലേ? നിർബന്ധമായും പഠിപ്പിക്കണം. അതുപോലെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം. അവർക്ക് സദഖ ഹറാമാണ്, അത് അവരുടെ ഫضലാണ്. എന്തുകൊണ്ടാണ് സദഖ ഹറാമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്?
ഈ സമുദായത്തിൽ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും അഫ്ളലായ നസബ്, ഏറ്റവും അഫ്ളലായ പരമ്പര അഹ്ലുൽ ബൈത്തിന്റേതാണ്. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഇന്നും ബാക്കിയുണ്ട്. ആ കുടുംബമാണ് ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടരായ, ഏറ്റവും ശ്രേഷ്ഠരായ കുടുംബം. ആ കൂട്ടത്തിൽപ്പെട്ട മുശ്രിക്കുകളും മുബ്തദികളും ഇതിൽ നിന്ന് ഒഴിവാണ്. സ്വാലിഹ്യങ്ങളായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്വാലിഹ്യങ്ങളായ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് അവരാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കുടുംബം. അവരുടെ ഫضല് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. സ്വതക്ക അവർക്ക് ഹറാമാക്കി. എന്തുകൊണ്ടാണ് സ്വതക്ക ഹറാമാക്കിയത്? സ്വതക്ക എന്ന് പറയുന്നത് ഔസാഹുന്നാസ്, ജനങ്ങളുടെ മാലിന്യമാണ്. എന്താ അങ്ങനെ പറയുന്നത് സ്വതക്കയെ കുറിച്ച്? ചിലപ്പോൾ ഒരാൾ നമുക്ക് സ്വതക്ക തരുമ്പോ അത് അവന്റെ കഫാറത്തായിരിക്കും. അവൻ ചിലപ്പോൾ എന്തെങ്കിലും ഹറാമ് ചെയ്തിട്ട്, സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ട്, ചില പാപങ്ങൾക്കൊക്കെ നമുക്കറിയാം കഫാറത്തായിട്ട് സ്വതക്ക ചെയ്താൽ മതി, അങ്ങനെ സ്വതക്ക ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവരുടെ പാപങ്ങളാകുന്ന മാലിന്യം അവർ കഴുകിക്കളയുന്നതാണ് ഈ സ്വതക്കയിലൂടെ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമ് ചെയ്തിട്ട് തൗബ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ സ്വതക്ക ചെയ്തതായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ സ്വതക്ക എന്ന് പറയുന്നത് ഔസാഹുന്നാസ്, ജനങ്ങളുടെ മാലിന്യമാണ്. അത് പരമാവധി വാങ്ങാതിരിക്കുക, ലറൂറത്തിലല്ലാതെ സ്വതക്ക വാങ്ങാതിരിക്കുക. ഒരു ആലിമ് പറഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഇന്ത്യക്കാരനായ ഒരു ആലിം. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്, ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് വളരെ ദാരിദ്ര്യം, കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പോ ഒരു റബ്ബർ, പെൻസിൽ കൊണ്ട് എഴുതിയത് മായ്ക്കുന്ന റബ്ബർ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വാങ്ങി, ആരും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. ചെറിയ മക്കളാണ്. അപ്പൊ ഈ റബ്ബറിന് വേണ്ടി അനിയൻ കുറെ വാശി പിടിച്ചു. അപ്പൊ കുറെ കരഞ്ഞപ്പോ ജ്യേഷ്ഠൻ ഇത് കൊടുത്തിട്ട് പറഞ്ഞത് നിനക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ സ്വതക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നതിന്റെ പേരിൽ അത് വാങ്ങാതെ ഇയാൾ കുറെ കരഞ്ഞു. ഇവൻ എനിക്ക് സ്വതക്ക തന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മാനോട് പോയി പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു മക്കൾക്ക് തെർബിയത്ത് കൊടുത്തിരുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും അത്രയും ആഗ്രഹത്തോട് ചോദിച്ച സാധനം സ്വതക്ക എന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ട. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മക്കളെ നമ്മൾ വളർത്തേണ്ടത്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മഹത്വം ഈ ഹദീസിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കുമ്പോൾ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെ കൊണ്ട് നമ്മൾ ഫർളുകളൊക്കെ ചെയ്യിപ്പിക്കും, നിസ്കാരമൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ നിസ്കരിപ്പിക്കും. പക്ഷെ ഹറാമുകൾ ചെയ്യുമ്പോൾ ഒരു തസാഹുൽ നമ്മൾ കാണിക്കും, അത് കുട്ടികളല്ലേ എന്ന് വിചാരിക്കും. അപ്പൊ ഒരേ സമയത്ത് നമ്മൾ അവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും വേണം, ഹറാമുകൾ തടയുകയും വേണം. അതാണ് ശരിയായ തർബിയത്ത്. അതും ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. وعن أبي حفص عمر بن أبي سلمة عبد الله بن عبد الأسد ربيب رسول الله صلى الله عليه وسلم قال ഉമർ ഇബ്നു അബി സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബാണ്. റബീബ് എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് മറ്റു ബന്ധത്തിലുണ്ടായ, മുൻപ് ഉള്ള വിവാഹത്തിലൂടെ ഉണ്ടായ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബാണ് ഉമർ ഇബ്നു അബി സലമ. അദ്ദേഹം പറയുകയാണ്, കുന്തു ഗുലാമൻ ഫി ഹിജ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു കുട്ടിയായി വളർന്നവനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. വകാനത് യദി തതീഷു ഫി സഹ്ഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ തട്ടിൽ, ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ എന്റെ കൈ ഇങ്ങനെ പറന്നു നടക്കുകയായിരുന്നു, ഓരോ ഭാഗത്തുനിന്നും എടുത്ത് കഴിക്കുന്നുണ്ട്. ഫഖാല അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, മോനെ, സമ്മില്ലാഹ്, ബിസ്മില്ലാ എന്ന് പറയുക. വകുൽ ബിയമീനിക, വലതു കൈ കൊണ്ട് തിന്നുക. വകുൽ മിമ്മ യലീക്, എന്റെ അടുത്തുനിന്ന് തിന്നുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫമാ സാലത് തിൽക തുഅമതി ബഅദ്, അതിനുശേഷം ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നു തർബിയ, തർബിയത്തിൽ കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്ത്. ആ കുട്ടിയെ ശകാരിച്ചിട്ടില്ല, ദേഷ്യം പിടിച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാത്രത്തിൽ ഇങ്ങനെ പരതി ഒരു കുട്ടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്റെ കൈക്ക് പിടിക്കും, ചിലപ്പോൾ ദേഷ്യം പിടിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, മോനെ, സമ്മില്ല, ബിസ്മി ചൊല്ലുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തിയത് ആദ്യം അള്ളാഹുവിന്റെ ഹക്കാണ്. ഈ ഭക്ഷണത്തിൽ കൈയിട്ടിട്ട് നമ്മെ ശല്യം ചെയ്തതല്ല വിഷയം. ബിസ്മി ചൊല്ലാതെ തിന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. സമ്മില്ല, ബിസ്മി ചൊല്ലുക. നമുക്ക് പ്രശ്നം നമ്മളെ വെറുപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഗൗരവമായിട്ട് കണ്ടത് ബിസ്മി ചൊല്ലിയിട്ടില്ല എന്നുള്ളതാണ്. സമ്മില്ല, 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വകുൽ ബി യമീനിക, വലതു കൈ കൊണ്ട് തിന്നുക. വകുൽ മിമ്മ യലീക്, നിന്റെ അടുത്തു നിന്ന് കഴിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളാണിത്. ബിസ്മി ചൊല്ലണം. അപ്പൊ ബിസ്മി ചൊല്ലാതെ കഴിച്ചാൽ അതിൽ ബർക്കത്തുണ്ടാവുകയില്ല. ശൈത്താൻ എന്ത് ചെയ്യും? ബിസ്മി ചൊല്ലാതെ കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. വേറൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് അവർ തുടങ്ങുന്നതിന് മുമ്പ് കൈയിട്ട് ബിസ്മി ചൊല്ലാതെ കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കൈക്ക് പിടിക്കും. ശൈത്താനാണ് അങ്ങനെ കഴിപ്പിക്കുന്നത്.
എന്നിട്ട് നമ്മൾ ബിസ്മി ചൊല്ലിയാൽ ശൈത്താൻ ഛർദ്ദിക്കും. ബിസ്മി ചൊല്ലാതെ കഴിക്കുന്ന ഭക്ഷണം ശൈത്താന് കിട്ടും എന്നൊക്കെ ഹദീസിൽ വന്നിട്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ വിശ്വാസം പറഞ്ഞു കൊടുത്തു. നമ്മുടെ അടുത്ത് നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരേ പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത് മഹജൂറായിട്ടുള്ള സുന്നത്താണ്. അധികം ആളുകളും ചെയ്യാത്ത ഒരു സുന്നത്താണ്. വീട്ടില് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഉലമാക്കൾ പറയുന്നത് 40ഓളം ഹദീസുകളുണ്ട് ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫള് അതിനെക്കുറിച്ച്. അപ്പൊ നിരവധി ഹദീസുകൾ വന്നിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അടുത്തുനിന്ന് കഴിക്കുക എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ഒരേ പാത്രത്തിൽ നിന്നായിരിക്കണം കഴിക്കുന്നത്. അത് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള കാരണമാണ്, സുന്നത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ നമുക്ക് കൈ നീട്ടാനുള്ള അനുവാദമുണ്ട്. അതെപ്പോഴാണ്? ഒരു തളികയിൽ ഒന്നിലധികം വിഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ പല പഴങ്ങൾ ഒരേ പാത്രത്തിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് നിന്നല്ലാതെ ദൂരെ നിന്ന് എടുത്ത് കഴിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടതെടുത്ത് കഴിക്കാം. നേരെ മറിച്ച് ഒരേ ഭക്ഷണം, ചോറ്, അത് മാത്രമാണ് ഇപ്പൊ തളികയിലുള്ളതെങ്കിൽ നമ്മുടെ അടുത്ത് നിന്നേ കഴിക്കാൻ പാടുള്ളൂ. മറ്റൊരാളുടെ ഭാഗത്തേക്ക് കൈ നീളാൻ പാടില്ല. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വലത് കൈകൊണ്ട് കഴിക്കൽ വാജിബാണ്, ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് ഹറാമാണ്. എന്നാൽ ഒരാൾക്ക് രോഗം കൊണ്ടോ വലത് കൈക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഇടത് കൈകൊണ്ട് കഴിക്കുകയാണെങ്കിൽ അത് ജായിസാണ്. وعن ابن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള ഹദീസാണ്. നിങ്ങളെല്ലാവരും ഭരണാധികാരിയാണ്, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച്, ഒരു ഉസ്താദിനോട് വിദ്യാർത്ഥികളെ കുറിച്ച് ചോദിക്കും, അതുപോലെ ഉപ്പാനോട് മക്കളെ കുറിച്ച് ചോദിക്കും, ഉമ്മയോട് ആ വീടിനെ കുറിച്ച് ചോദിക്കും. അൽ ഇമാമു റാഇൻ, രാജാവ്, മുസ്ലിം അമീർ ഭരണാധികാരിയാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി, രാജ്യത്തെ ജനങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. ചില ആൾക്കാർ ഭരണാധികാരികളുടെ തെറ്റുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ സംസാരം കേട്ടാൽ തോന്നുക ഭരണാധികാരികളുടെ ഹിസാബ് ഇവരെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അത് വലിയ ഹിസാബ് അവർക്ക് വരാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രവൃത്തികളെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. വമസ്ഊലുൻ അൻ റഇയതിഹി വറജുലു റാഇൻ ഫി അഹ്ലിഹി വമസ്ഊലുൻ അൻ റഇയതിഹി. ഒരു പുരുഷൻ തന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, വീട്ടുകാരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. വൽമർഅതു റാഇയത്തുൻ ഫി ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, ആ വീട്ടിലെ ആളുകളെ കുറിച്ച് അവളോടും ചോദ്യമുണ്ടാകും. വൽ ഖാദിമു റാഇൻ ഫി മാലി സയ്യിദിഹി. അടിമ യജമാനന്റെ സമ്പത്തിൽ ഭരണാധികാരിയാണ്, ഉത്തരവാദിയാണ്. വമസ്ഊലുൻ അൻ റഇയതിഹി. അവന്റെ കീഴിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവനോട് ചോദിക്കും. ഫകുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തർക്കും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇസ്ലാമിക സമൂഹം കെട്ടുറപ്പുള്ള ഒരു സമൂഹമായിരിക്കണം. അതിനുള്ള ഒരു മാർഗമാണ് ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുക്കുക എന്നുള്ളത്. ഉലമാക്കൾ പറയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ മുസീബത്തുകൾക്കും എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള കാരണം ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്തം മറന്നു എന്നുള്ളതാണ്. എന്നിട്ട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ കാര്യവും ഫസാദാകും. അതുപോലെ നമുക്ക് അറിവില്ലാത്ത കഴിവില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അതും നമ്മൾ ഫസാദാക്കും. ഉദാഹരണത്തിന് ഇപ്പോ ഒരാൾക്ക് ഇൽമില്ല, അവൻ ഏതെങ്കിലും ദുനിയാവിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളായിരിക്കും, ഡോക്ടറായിരിക്കും. അവൻ ദീനിനെ കുറിച്ച് സംസാരിക്കും. എന്നിട്ട് അവൻ ഡോക്ടറുടെ പണി അതിന്റെ സമയമെടുത്തുകൊണ്ടായിരിക്കും അവൻ ഇവിടെ സംസാരിക്കുന്നത്. ദീനും അവൻ ഫസാദാക്കി, അവന്റെ സേവനം ആവശ്യമുള്ള രോഗികളുടെ കാര്യവും ഫസാദാക്കി. അതുപോലെ തന്നെ ഓരോ മേഖലയിലും ദീനിനെ കുറിച്ച് കൂടുതൽ ഇൽമില്ലാത്ത ഒരു സാധാരണക്കാരൻ, അവന് ഇമാമ് നിൽക്കാനുള്ള അറിവുണ്ടായിരിക്കും. അവൻ ഇമാമിന്റെ പണി ചെയ്താൽ മതി, ഖുർആൻ ഓതാൻ അറിയുന്ന ആൾ ഇമാമ് നിൽക്കുക. പക്ഷെ അവനെന്ത് ചെയ്യും? ഫത്വ കൊടുക്കും. അങ്ങനെ ജനങ്ങളെ ضل وأضل. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത്തഖന്നാസു റൂസൻ ജുഹാലൻ ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ. അറിവില്ലാതെ ഫത്വ കൊടുത്ത് ഫദല്ലു വഅദല്ലു, പഴക്കുകയും ചെയ്തു, മറ്റുള്ളവരെ പഴപ്പിക്കുകയും ചെയ്തു. അതിന്റെ കൂടെ ഇവനെന്തായിരിക്കും? ഈ ഫത്വ കൊടുക്കുന്നതിന്റെയും അതുപോലെയുള്ള തിരക്കുകളിൽ പെട്ടിട്ട് അവൻ ചിലപ്പോ ഇമാമത്തിന് സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല, തിരക്കിലായിരിക്കും. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്തം വിട്ടിട്ട് മറ്റുള്ള കാര്യത്തിൽ തലയിടുന്നതാണ് എല്ലാ മുസീബത്തുകളുടെയും അടിസ്ഥാന കാരണം, ഒരു കാരണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഭാര്യയുടെ രാജ്യം, അവളുടെ അധികാരപരിധി വീടാണ്. ആ വീട്ടിലെ കാര്യം നോക്കുന്നതിന് പകരം വാർഡ് മെമ്പറാകാനും ബ്ലോക്ക് മെമ്പറാകാനും ശ്രമിച്ച് അവൾ എന്തു ചെയ്യും? അവിടെയുള്ള ആളുകളെയും ഫിത്നയിലാക്കി, സ്വന്തം വീടും അനാഥമാക്കി, മക്കളെ അനാഥരാക്കി. ഇതാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ മക്കളാണ് ഒന്നാമത്. അത് വിട്ട് നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും ശ്രമിച്ച് അവസാനം നമ്മുടെ മക്കൾ അവരനാഥരാകും. അവർക്ക് പേരിനൊരു ഉപ്പയുണ്ടാകും, ചെലവിന് കൊടുക്കുന്നുണ്ടാകും, പക്ഷെ ദീനിയായി അവർ യത്തീമായിരിക്കും. യത്തീം എന്ന് പറയുന്നത് ഉപ്പ നഷ്ടപ്പെട്ടോ മാത്രമല്ല, ഒരു നിലക്ക് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കാത്ത ഒരു ഉപ്പാനെ കൊണ്ട് എന്താണ് ഗുണമുള്ളത്?
ഈ ബാബില് ഈ കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ വിഷയം ഈ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചില പണ്ഡിതന്മാര് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഫായിദ, ഈ ഹദീസിൽ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞു, വീട്ടിലെ ഗൃഹനാഥനെ കുറിച്ച് പറഞ്ഞു, ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, അടിമയെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഉലമാക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഉലമാക്കളെ കുറിച്ച് പറയാഞ്ഞത്? കാരണം ഉലമാക്കൾ എല്ലാവരെയും മേലെയാണ്. ഭരിക്കുന്ന ആളുകൾ ചോദിക്കേണ്ടത് ഉലമാക്കളോടാണ്. ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും അവനവന്റെ അധികാരം അത് നിറവേറ്റേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉലമാക്കളോട് ചോദിച്ചിട്ടാണ്. അതുകൊണ്ട് അവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരുടെ പങ്ക് എല്ലാത്തിലുമുണ്ട്. അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, ജസായിരി ആയിട്ടുള്ള അൾജീരിയ എന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന വലിയൊരു ഷെയ്ഖാണ്. ഏതാനും ഒരു 50-60 വർഷം മുമ്പ് മരണപ്പെട്ട അല്ലാമ അത്താഹിർ ഇബ്നു ആശൂർ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ലം യജ്അലിൽ ഉലമാ റുആതൻ ലിൽ ഉമ്മ വലാ മസ്ഊലീന അനിർ റഇയ്യ. അൽ ഉലമാ റാഇൻ അല്ലെങ്കിൽ അൽ ഉലമാ റുആത്തുൻ വമസ്ഊലൂന അനിർ റഇയ്യ എന്ന് പറഞ്ഞിട്ടില്ല. ഉലമാക്കൾ ഭരണാധികാരികളാണ്, അവരോട് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ലിഅന്നഹും മർജിഉൻ യർജിഉ ഇലൈഹി റാഊൻ. എല്ലാ ഭരണാധികാരികളും അങ്ങോട്ട് മടങ്ങുന്ന ആളുകളാണ് പണ്ഡിതന്മാർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേ വിഷയം തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹം തന്നെ താഹിർ ഇബ്നു ആശൂർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസൂലുൻ നിസാമിൽ ഇജ്തിമാഇ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹ്യ ഘടന എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഖവാരിസ ഹാദിഹിൽ ഉമ്മ വമസായിബഹ. ഈ ഉമ്മത്തിന്റെ എല്ലാ ദുരിതങ്ങളും എല്ലാ മുസീബത്തുകളും മാ ത്വലഅ ഖർനുഹ, അതിന്റെയൊക്കെ കൊമ്പ് പ്രത്യക്ഷപ്പെട്ടത്, എല്ലാ ഫിത്നകളുടെയും കൊമ്പ് പുറത്തു വന്നിട്ടുള്ളത് ഇല്ല ഹീന അഖദത് ആമ്മതുഹ തഹീദു അൻ ഹദിയിൽ ഉലമ. അവാമുകൾ പൊതുജനങ്ങൾ പണ്ഡിതന്മാരിൽ നിന്ന് അകലാൻ തുടങ്ങിയതോടെയാണ്. വാനിൽ ലുജൂഇ ഫി മശാകിലിൽ ഉമൂരി ഇലൈഹിം, അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഉലമാക്കളിലേക്ക് മടങ്ങുന്ന പരിപാടി സാധാരണക്കാർ നിർത്തിയതോടെയാണ്. ഫലമ്മ തജറഅത് ആമ്മത്തുൽ മുസ്ലിമീന അലൽ ഇർതിമാഇ ബിഅൻഫുസിഹിം ഫി മലായിഖി തദ്ബീർ ലിൽ ഉമൂർ. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സാധാരണക്കാർ ഇടപെടാനും സംസാരിക്കാനും തുടങ്ങിയപ്പോൾ ദൂന ഹദ്ദിൻ മിൻ ഉലമാഇ ശരീഅ, ശരീഅത്ത് പഠിച്ച പണ്ഡിതന്മാരുടെ മാർഗദർശനം, അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ സാധാരണക്കാര് സങ്കീർണമായ പ്രശ്നങ്ങൾ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത്. വസ്വാറു അത്ബാഅൻ നാഇഖീന മിൻ ദുആത്തുദ് ദലാല, അതുപോലെ അവര് വിവരമില്ലാതെ ഒച്ചയിട്ട് നടക്കുന്ന ദലാലത്തിന്റെ ദാഇമാരുടെ അനുയായികളായി മാറുകയും ചെയ്തു സാധാരണക്കാർ. അങ്ങനെയൊക്കെ ആയപ്പോൾ ഹാഖബിൽ മുസ്ലിമീൻ അൽ ഫശൽ, മുസ്ലിമീങ്ങളെ പരാജയം പിടികൂടി. വഅസ്ബഹ ഹാദിഹിമുസ് സൈഫ് വൽ അസൽ, അവരുടെ നേതാവ് വാളായി മാറി എന്ന് പറഞ്ഞാൽ ഉമ്മത്തിനിടയിൽ തർക്കങ്ങളും കക്ഷിത്വവും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്നുള്ളത് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഹദീസിൽ ഒരു സൂചനയുണ്ട് എന്ന് ഇദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. وعن عمرو بن شعيب عن أبيه عن جده رضي الله عنه قال, عمرو بن العاص رضي الله عنه അദ്ദേഹം പറഞ്ഞു, قال رسول الله صلى الله عليه وسلم مروا أولادكم بالصلاة وهم أبناء 7. 7 വയസ്സാകുമ്പോൾ മക്കളോട് നമസ്കാരം നിർവഹിക്കാൻ കൽപ്പിക്കുക. വദ്രിബൂഹും അലൈഹ വഹും അബ്നാഉ 10. 10 വയസ്സാകുമ്പോൾ അതിന്റെ പേരിൽ അവരെ അടിക്കുക. വഫർരിഖൂ ബൈനഹും ഫിൽ മദാജി', കിടപ്പറയിൽ അവരെ വേർതിരിക്കുക. മറ്റൊരു റിവായത്തിൽ അല്ലിമു സബിയ്യ സ്വലാത്ത ലി7 സിനീൻ, 7 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് നമസ്കാരം പഠിപ്പിക്കുക. വദ്രിബൂഹു അലൈഹ ഇബ്ന 10 സിനീൻ, 10 വയസ്സാകുമ്പോൾ നമസ്കാരത്തിന്റെ പേരിൽ അവരെ അടിക്കാം എന്ന് പറഞ്ഞു. ഇതാണ് അവസാനത്തെ ഹദീസ്. ഈ ഹദീസിൽ മക്കളോട് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. 7 വയസ്സായാൽ നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. നമസ്കാരം കൽപ്പിക്കണമെങ്കിൽ അതിന് മുമ്പ് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. 7 വയസ്സാകുന്നതോടുകൂടി അവർക്ക് നമസ്കാരം പഠിപ്പിക്കൽ നമുക്ക് വാജിബായി. 10 വയസ്സായാൽ അതിന്റെ പേരിൽ അടിക്കൽ വാജിബായി. ഈ അടി എന്ന് പറയുന്നത് ഉലമാക്കൾ പറയുന്നത് ദർബു തഅദീബ്, അവർക്ക് ഒരു ഉണർത്തലായിട്ടുള്ള അടിയാണ്. ദർബു ഇഖാബല്ല, ശിക്ഷയായിട്ടുള്ള അടിയല്ല. ഹദ് നടപ്പിലാക്കുന്ന പോലെ 80 അടി 100 അടിയൊക്കെ അടിക്കുന്ന ശിക്ഷകളുണ്ട്, നമുക്കറിയാം. വ്യഭിചാരത്തിന് 100 അടി, അങ്ങനെയുള്ള അടിയല്ല ഇവിടെ പറയുന്നത്. ഇത് അവർക്കൊരു ഉണർത്തലായിട്ട് അവരുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് നമുക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ്. അപ്പൊ ഇത് കുട്ടികളുടെ ഹക്കാണ്. 10 വയസ്സായാൽ എനിക്ക് നമസ്കാരത്തിന്റെ പേരിൽ അടി തരിക എന്നുള്ളത് എന്റെ അവകാശമാണ്. അത് അവരോടുള്ള റഹ്മത്താണ്. മക്കളോട് മാതാപിതാക്കൾ കാണിക്കേണ്ട റഹ്മത്താണ്. ചില ആൾക്കാർ അവരുടെ ഇഷ്ടം കൊണ്ട് കുട്ടികളെ ഇതിൽ നിന്ന് ഒഴിവാക്കും. യഥാർത്ഥത്തിൽ അവരോടുള്ള ഒരു ഹക്കാണ്. ഒരു ചികിത്സ, കൈപ്പുള്ള മരുന്ന് കൊടുക്കുന്നത് പോലെ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട കാര്യമാണ്. അവർക്ക് നമ്മൾ ദുനിയാവിന്റെ ഒരു വിദ്യാഭ്യാസവും കൊടുത്തിട്ടില്ലെങ്കിലും
നാളെ പരലോകത്ത് അവർ നമ്മോട് ചോദിക്കുകയില്ല. നേരെ മറിച്ച് 7-ാം വയസ്സിൽ നമസ്കാരം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, 10-ാം വയസ്സിൽ അതിന്റെ പേര് ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അവര് നമ്മോട് ചോദിക്കും. നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ മക്കൾക്ക് വാജിബായിട്ടുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് തർബിയത്ത് കൊടുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്, അറിയപ്പെട്ട ഒരു ആലിമായിരുന്ന ഒരു മുഹദ്ദിസായിരുന്ന അബ്ദുറഹ്മാൻ അൽ മുഅല്ലിമി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേൾക്കുമ്പോൾ, ഇത് നമ്മൾ എല്ലാ ഹദീസിന്റെ സദസ്സുകളിലും എല്ലാ ഇൽമിന്റെ സദസ്സുകളിലും ഓർക്കേണ്ട കാര്യമാണ്. ഒരു ഹദീസ് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അത് നമ്മൾ എങ്ങനെ അനുസരിക്കും അതുപോലെ അനുസരിക്കുക. ഈ ഒരു മനസ്സുണ്ടെങ്കിലേ നമ്മൾ കേൾക്കുന്ന ഇൽമു കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. ഏത് ഇൽമിന്റെ മജ്ലിസിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അവിടെ പറയുന്നുണ്ടോ അത് നേരിട്ട് കേൾക്കുന്നത് പോലെ സങ്കല്പിക്കുക, അതുപോലെ അനുസരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമു കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം നൽകുമാറാകട്ടെ. നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഇൽമ് നമുക്കെതിരെയുള്ള ഹുജ്ജത്താക്കാതിരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.